ഒരു പ്രണേതാക്കളിൽ ഒരാളുടെ ഇഷ്ടം പെൺകുട്ടിക്ക് ദൈവം എന്തായാലും കുഴപ്പമില്ല, എനിക്കിവനെ കെട്ടിയാൽ മതി. പക്ഷെ ചിലപ്പോൾ ആൺകുട്ടിക്ക് ദൈവവും വേണം, ഇവനും വേണം, ഇവളും വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഫ്ലെക്സിബിൾ ആകുന്നത് പെൺകുട്ടിയായിരിക്കും ആ സിറ്റുവേഷനിൽ. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഇവിടെ ഒരു കോമൺ നോമൊന്നുമില്ല. രണ്ട് മതങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ പാർട്ടിയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കോമൺ നോമൊന്നുമില്ല. സംഭവിക്കുന്നത് അതിൽ ആരാണോ അയാളുടെ സ്പിരിച്വാലിറ്റിയെ കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, അങ്ങോട്ട് മറ്റേ ആൾ ഫ്ലെക്സിബിൾ ആകുകയാണ്. ആ ഫ്ലെക്സിബിൾ ആകുന്ന ആൾ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഹീ ഈസ് മോർ വൾണറബിൾ. കുറേ കൂടി ഇയാളിലേക്ക് അറ്റാച്ച്ഡ് ആയി ദൈവത്തേക്കാൾ. കുറേ ആൾക്കാർ ദൈവത്തിലേക്കാണ് കൂടുതൽ. എന്നുവെച്ചാൽ ദൈവം റിയാലിറ്റി ആയിപ്പോയി അവർക്ക്. അത് ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം അല്ലത്, ഫനാറ്റിസം അല്ല. ദൈവം റിയാലിറ്റി ആയവർക്ക് എങ്ങനെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരികെ അവിടേക്ക് വരികയാണ്. ഇപ്പോൾ പ്രാർത്ഥന, എൻ്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥന ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ വീടൊരു പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ അതൊരു തെറ്റല്ല, അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനവിടെ ജനിച്ചു. അപ്പോൾ 6:45 മണിയടി കറക്റ്റാണ്, കൃത്യമാണ്. രാവിലെ കുർബാനയ്ക്ക് പോവുക, വൈകുന്നേരം 6:45 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കളിച്ചോ എന്തെങ്കിലും TV എന്തെങ്കിലും ഒരു സമയത്താണ് പള്ളിമണി അടിച്ച നിമിഷം രേണു ടോം പ്രാർത്ഥന. ഇത് ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ നാമം ജപിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കി വന്നും ഇരുത്തിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് ഓഫ് അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിന് ഇന്നൊരു സമയം ഉള്ളതില്ല, ഇന്നൊരു സ്ഥലം എന്നുള്ളതില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മെഡിറ്റേറ്റിംഗ് ഒരു ഇഫക്റ്റാണ്. എൻ്റെ ശാന്തതയിൽ, എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ നിർബന്ധിച്ച് തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി. റേനു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അച്ഛൻ റോൾ റേനു എടുത്തും സംശയമായിപ്പോൾ എനിക്ക്. അത്രയും കാര്യമായിട്ടാണ് ചോദിക്കാനുണ്ട്. യെസ്, ആദ്യത്തെ പാർട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കിയെല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്നറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അത് നിങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കരുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം, അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്, അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നേ കണ്ടു. ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അത് നിങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കുക. അത് കൊടുക്കണം, അത് ഒഴിഞ്ഞു മാറരുത്. യെസ്, ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ഉത്തരം ആണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളത്. ഏത് റിലീജിയനിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയെയും ഇതിനെയും തിരിച്ചറിയാൻ വയ്യാതെ അതിൻ്റെ പല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിവായിട്ട് ഇവർ തന്നെ ഒരു മതം സ്വീകരിക്കട്ടെ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചത്. അതായത്
അവർ ആയി പള്ളിയിൽ പോകണം, അമ്പലത്തിൽ ഒന്നാം പോകണം. ക്ലാസ് LKG കൊണ്ട് കൊച്ചുങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് ചേർക്കുന്നത് എന്തിനാ? 18 വയസ്സിന് സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ. വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചെറുപ്പം തൊട്ടേ കിട്ടട്ടെ, എന്നിട്ട് അവന് ഇഷ്ടമുള്ള സ്ട്രീം അവൻ ഓപ്റ്റ് ചെയ്യട്ടെ. സമയമാകുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. അത്രേ റിലീജിയനും ചെയ്യുന്നുള്ളൂ. മതം മാത്രം കുറ്റക്കാരാകരുത്. ചെറുപ്പത്തിലെ നമ്മളോട് സിലബസ് എന്ത് കട്ടിയുള്ളതാണ്, എന്തിനെല്ലാം പഠിപ്പിക്കുന്നത്? അത് കഴിയുമ്പോൾ അവൻ മനസ്സിലാകും എന്താണ് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിന് അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ. അത് ശരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ടാണ് ഈ പഠിപ്പിച്ച മതവും ഈ പഠിപ്പിച്ച പ്രാർത്ഥനയും എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നുണ്ടോ, അത്രയും എടുത്താൽ മതി. കൊടുക്കാനുള്ളത് കൊടുത്തു വെക്കുക. ഇനി അതുപോലെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, എൻ്റെ അപ്പുറത്തുള്ളവൻ പ്രാർത്ഥിക്കുന്നു, അതിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനുള്ള എനിക്കൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നൊരു സിനിമയിൽ പ്രശ്നങ്ങളിലൂടെ ശ്രീനിവാസൻ ഒളിച്ചോടുന്നത് ഈ ഒരു പ്രാർത്ഥനയിലേക്കാണ്. ട്രാൻസ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച്, ഇത് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പം പലപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി, ഒരു പ്രാർത്ഥന, ഇതും മതി എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി ഒരു അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എവിടെയാണ് ഒരു അതിർത്തി വരയ്ക്കേണ്ടത്? നല്ല ചോദ്യമാണ്. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു റിലീജിയസ് സ്പിരിച്വൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അവിടെ റെലവൻസ് ഉണ്ട് അതിന്. കാരണം വെച്ചാൽ മതവും വിശ്വാസവും യുക്തിയില്ലായ്മയുടെ പേരല്ലത്. യുക്തി ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാകണം. അത് ജോൺ പോൾ സെക്കൻഡ്, ദ ഗ്രേറ്റ് പോപ്പ്, റീസെൻറ്റ് ടൈംസിലെ വലിയ പോപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇതാണ് തലക്കെട്ട്. ലാറ്റിനിൽ ഇങ്ങനെയാണ്, ഫീദസ് എത്ത് റാസിയോ, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. ഒരു പോപ്പിൻ്റെ പുസ്തകം ഓർക്കണം, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. യുക്തി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് വിശ്വാസവും യുക്തിയും 2 ചിറകുകളാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസം എന്ന് അവസാനിക്കും. വിശ്വാസമില്ലാത്ത യുക്തി ജസ്റ്റ് പ്രാഗ്മാറ്റിക് ലൈഫാണ്. അനന്തേക്കുള്ളൂ, ഇന്നർ മീനിങ് കിട്ടത്തില്ല. രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥയ്ക്ക് ശാസ്ത്രം ദൈവത്തിൻ്റെ തന്നെ സമ്മാനമാണ്. വെച്ചാൽ മനുഷ്യന് ബുദ്ധി കൊടുത്താരാ? ദൈവമാണ്. അപ്പോൾ ശാസ്ത്ര ലോകത്തെ തള്ളി പറഞ്ഞിട്ടല്ല വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ചികിത്സിക്കണം. ഇനി ദൈവം സൗഖ്യം തരുന്ന കേസുകളില്ലേ? ഉണ്ട്. അപ്പോൾ ദൈവത്തിന് ഏറ്റു പറയുക. അത് നമ്മുടെ കാരണവന്മാർ പറയത്തില്ലേ, താൻ പാതി ദൈവം പാതി. സിമ്പിളാണ്, സിമ്പിൾ ആസ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷേ പ്രാർത്ഥന ചെയ്യാനുള്ളത് പ്രാർത്ഥന ചെയ്യുക, ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക. ഇപ്പുറത്ത് ചികിത്സ ചെയ്യുക. ചികിത്സ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചത്തപ്പട ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, എടാ ഹോസ്പിറ്റലും അത് പിന്നിൽ ചെയ്തതും ആ പഠിച്ചതും ഒക്കെ ഞാൻ കൊടുത്ത ബുദ്ധി കൊണ്ടല്ലേ, അങ്ങോട്ട് തന്നെ പോഞ്ഞേ, അത് മണ്ടത്തരല്ലേ കാണിച്ചത്, ദൈവം തന്നെ ചോദിക്കും. അത് ഉപയോഗിക്കണം. ശാസ്ത്രം മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല, തെറ്റിദ്ധാരണയാണ്. ശാസ്ത്ര മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല. യെസ്. ഇപ്പം നമ്മളിതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മളിപ്പം ഏതൊരു മതത്തിലാണെങ്കിലും കേൾക്കുന്നതാണ് ഗുഡ് സ്പിരിറ്റ്, ബാഡ് സ്പിരിറ്റ് ഇൻ ജനറൽ വി ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം ഈ ഗുഡ് സ്പിരിറ്റും ബാഡ് സ്പിരിറ്റും ഞാനിതിൻ്റെ ഒരുപാട് കഥകൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഈ മണിച്ചിത്രത്താഴ് യക്ഷിപ്രേതം വകുപ്പുകളാണ്, ഭൂതം, അതിലോട്ട് നമ്മൾ എത്തും. ദിസ് ഇസ് ഗുഡ് സ്പിരിറ്റ് ആൻഡ് ബാഡ് സ്പിരിറ്റ്. നമ്മൾ അങ്ങനെ ഒരു ബാഡ് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ചോദ്യത്തിന് ഉത്തരവാണ് അച്ഛൻ. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ടേമുമായിട്ട് അത്ര വലിയ പരിചയം. ഗുഡ് സ്പിരിറ്റ് എന്നുള്ളൊരു ടേമുമായിട്ട് ഒരു ടെർമിനോളജി ഉദ്ദേശിക്കുന്നതും എന്താണെന്നുള്ളത് എനിക്ക് അങ്ങനെ വ്യക്തത വരുന്നില്ല. എന്താണ്? അല്ല, ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണിത്. ഗുഡ് സ്പിരിറ്റ്, ബാഡ് സ്പിരിറ്റ് എന്നുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തികളിൽ ഗുഡ് സ്പിരിറ്റും ബാഡ് സ്പിരിറ്റും ഉണ്ടാവും. വ്യക്തികളിൽ ഇപ്പം നമ്മളിൽ ഉദാഹരണത്തിന് ഞാനൊരു ഗുഡ് പേഴ്സൺ ആണെന്ന് റിനുവിന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഗുഡ് സ്പിരിറ്റ് ഇൻ മീ. നമ്മൾ ചില മനുഷ്യർ പറയുന്നുണ്ട്, അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കിട്ടും. നമ്മൾ 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഹോപ്പ് നഷ്ടപ്പെടും. ദർ ഇസ് എ ബാഡ് സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ് ഇൻ ഹിം. ഇറ്റ്സ് എവിഡന്റ്. അത് ക്ലിയർ കട്ടാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് കേട്ട പല കഥകളിലെ പലതുണ്ട്, അതിലൊരെണ്ണം ഞാൻ പറയാം. അപ്പം ആ കുട്ടിയുടെ ഉള്ളിൽ പിശാച് ആവേശിച്ചൊരു കുട്ടി, ഒരച്ഛൻ ആ ഒരു കുടത്തിൽ അതിനെ എടുത്തു വെക്കുന്നത് ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ട കഥകൾ. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അതുപോലെ ഒരാൾ, ഇപ്പം നമ്മളതിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, സിനിമകളിൽ അത് അത്തരം പോയിന്റ്സ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വിശ്വസനീയമായ രീതിയിൽ ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഭൂതം, പ്രേതം, ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഭൂതം, പ്രേതം, യക്ഷി, ഇതിനൊക്കെ ഫിക്ഷ്യസ് ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു. ഫിക്ഷനിലൂടെയൊക്കെ, നോവൽസിലൂടെയും കഥകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ട ഒരു ഇമേജറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എന്താ ആഫ്റ്റർ ഓൾ ഇത് വാണ്ടറിങ് സ്പിരിറ്റ്സ് ആണ്. അതാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വാണ്ടറിങ് സ്പിരിറ്റ്സ് ആയിട്ടാണ് ഈ യക്ഷി, ഭൂതം ഒക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ സിമ്പിൾ ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി? ഈ ആത്മാവിൻ്റെയും അധികാരി ആരാണ്? ദൈവമാണെങ്കിൽ, ഈ ആത്മാവിൻ്റെ അധികാരി ദൈവമാണെങ്കിൽ ദൈവം അനുവദിക്കുമോ ഇങ്ങനെ അലഞ്ഞു നടന്ന് മനുഷ്യനെ ദ്രോഹിക്കാൻ?
തോന്നുന്നുണ്ടോ? അത് ഭൂതം, ഈ യക്ഷി, പ്രേതം ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ആത്യന്തികമായി വിശ്വസിക്കുന്ന ദൈവം ഇല്ലെന്നും കൂടി ആയിപ്പോവും. അതേസമയം ചില കേസുകളുണ്ട്, ഗുഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കും. പ്രൈവറ്റ് റെവലേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് റെവലേഷൻ, ഒരു വ്യക്തിക്ക്, ഒരു നാടിന്, ഒരു സമയത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ ചില വ്യക്തികളോട് ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യത്തിന്. ഇപ്പം നന്നായിട്ട് ജീവിക്കുന്ന ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി കർത്താവ് അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും നമുക്ക് കുറച്ച് സിമ്പിളാക്കിയാൽ മതി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ദൈവവിചാരമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, പേഴ്സണലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ട്. ദെൻ ഹൂം ഷുഡ് ഐ ഫിയർ? ഞാൻ ആരെയാണ് പേടിക്കുന്നത്? ഒരു ഭയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത്. മനുഷ്യൻ്റെ ഫിയർ ഫാക്ടറിനെ ദുരുപയോഗിക്കുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത്. ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ബൈബിൾ മാത്രം നമുക്കെടുക്കാം. ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും എല്ലാം പറയുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ഇതിന് ശേഷം എൻ്റെ നന്മയ്ക്ക് എന്നെ പരീക്ഷിക്കുകയാണ് പക്ഷെ ആദ്യം എന്ന് പറയും. അപ്പം ഈ ബാഡ് സ്പിരിറ്റ് അലഞ്ഞു നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, ആ ഒരു സൂപ്പർ പവർ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിനെ പരീക്ഷിക്കണം എന്നൊരു ചോദ്യം മനുഷ്യനെ വേദനിപ്പിക്കാൻ. അത് റീലുകളിലൊക്കെ വരും. ജോബിൻ്റെ തന്നെ പറയാം. ജോബിൻ്റെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് വായിക്കുന്ന നമുക്ക് കിട്ടുന്നൊരു കൺസലേഷനുണ്ട്. അതായത് അങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴും ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. അവസാനം ജോബ് തിരിച്ച് കർത്താവിലേക്ക് വരികയും ചെയ്യുന്നു. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കിടയിൽ എപ്പോഴും ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് എ ജസ്റ്റ് മാൻ സഫർ? നീതിമാൻ എന്തിന് സഹിക്കണം? നീതിമാൻ എന്തിന് സഹിക്കണം? അതിന് പല ഉത്തരവുണ്ട്. അതായത് ആ സഹനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രചോദനമാവും. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ സഹിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. സഹിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സഹനത്തെ ഞാൻ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. ആ സഹനത്തെ പരാതിയില്ല, ആരെയും കേഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ഗ്രേസ്ഫുൾ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വേറൊരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, അയാളും ഒരു സിമിലർ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. പുള്ളി പക്ഷേ അവിടെ ഇവിടെ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പുള്ളിക്ക് ഉള്ളൊരു ലെസണാണ് ഞാൻ. പുള്ളി നോക്കുന്നത് ഹി വിൽ ലുക്ക് അപ്പ് ഓൺ മീ. പുള്ളി നോക്കുമ്പോഴേ ആ പുള്ളി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് സഹനത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പുള്ളി ഒരു പരാതിയില്ലാതെ ആ സഹനത്തെ ഏറ്റെടുക്കുന്നു. Thus I become an inspiration for him. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആകുമ്പോഴാണ് ഇത്ര ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത്. ഇതൊരു ഹോൾ സിസ്റ്റമാണ്, ഇതൊരു വലിയ ക്യാൻവാസാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഒരാളും മീനിങ്ലെസ് അല്ല, ഒരു സഹനത്തിനും അർത്ഥമില്ലാതായി പോകുന്നില്ല. ഇഫ് യു ആർ എ ജസ്റ്റ് മാൻ, നീതിമാനാണ് സഹിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യർ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണെന്ന്, ക്രൂസിഫിക്സിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനം. എന്താ സമാധാനം അറിയാമോ? ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ച് അവിടെ ക്രൂശിച്ചില്ലേ, അപ്പോൾ പിന്നെ അതാണ് ആശ്വാസം. അപ്പോൾ പിന്നെ ഇത്ര ഇടയ്ക്കൊക്കെ ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുന്ന എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കുരിശിൽ കടന്നപ്പോഴും അവന് പരാതിയൊന്നുമില്ല, ദ്രോഹിച്ചവരോടും അവൻ ക്ഷമിച്ചു. അപ്പോൾ എന്നെ ദ്രോഹിച്ചവരോടും ക്ഷമിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുക. എല്ലാ സഹനത്തിനും ഒരു മീനിങ് ഉണ്ട്. വൈ ഷുഡ് ജസ്റ്റ് സഫർ എന്നതിൻ്റെ കൃത്യ ഉത്തരം കിടക്കുന്നത് ക്രോസിലാണ്, കുരിശിലാണ്.